Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 എഞ്ചിനീയറിങ്ങിൻ്റെ ബി ഫാമിൻ്റെ അതേപോലെ ആർക്കിടെക്റ്റ് ഈ മൂന്ന് സെക്ടറിലേക്കുള്ള മൂന്നാമത്തെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 22 മുതൽ 26 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വർഷത്തെ ഈ തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുവരെ കാണാത്ത കുറേയധികം രീതികളിലൂടെയാണ് എൻട്രൻസ് കമ്മീഷൻ മുന്നോട്ട് പോവുക. കുട്ടികളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നമുക്കറിയാം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്താണ് വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുത്തത്. ഇനിയിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ശരിക്കും ഹയർ ഓപ്ഷനിലൂടെ മുന്നോട്ട് പോകാനുള്ളൊരവസരമാണ് എൻട്രൻസ് കമ്മീഷണർ ഒരുക്കേണ്ടിയിരുന്നത്. ആ സ്ഥാനത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ, അപ്പോൾ ഇതുവരെ പങ്കെടുക്കാതിരുന്നവരാവട്ടെ, ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചവരാവട്ടെ, ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്ത് ഇതുവരെ കോളേജ് ഒന്നും ലഭിക്കാത്തവരാവട്ടെ, എല്ലാവരും മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ പുതിയതായി 2000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഫുള്ള് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണോ പങ്കെടുത്തത് അതേപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു റൂളാണ് ഇന്ന് എൻട്രൻസ് കമ്മീഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം വെച്ച് നോക്കിയാൽ 26 വരെയാണ് ഈ 2000 റുപ്പീസ് ഫീസ് അടച്ച് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പുതിയതായിട്ട് വന്നിരിക്കുന്ന കോളേജുകളും മുൻപുണ്ടായിരുന്ന ക്യാമ്പസുകളും ഒക്കെ ചേർത്ത് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ നമുക്ക് ഏത് ക്യാമ്പസ് ലഭിച്ചോ, ഏത് ക്യാമ്പസിൽ നമ്മൾ ജോയിൻ ചെയ്തോ ആ ക്യാമ്പസ് അവിടെ നിലനിൽക്കും. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ അലോട്ട്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷൻ പറയുന്നത്. സാധാരണ ഇതിന് ശേഷം ഒരു മോപ്പപ്പ് റൗണ്ട് ഉള്ളതാണ്. ഈ വർഷം മോപ്പപ്പ് റൗണ്ട് ഇല്ല. തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി ഈ ചോയ്സ് ഫില്ലിംഗ് തീരുന്നു, അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് തീരുന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ക്യാമ്പസുകളൊക്കെ കൊടുക്കാം. ഈ കൊടുത്തതിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ ഏത് ക്യാമ്പസ് നമുക്ക് അലോട്ട് ചെയ്യുന്നോ ആ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്യാതിരിക്കാം. ജോയിൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ എൻജിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് എൻട്രൻസ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റാണ്. ആ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് ഈ എൻജിനീയറിംഗ് സെക്ടറിലെ ഗവൺമെൻറ് സെക്ടറിലെ മുഴുവൻ ക്യാമ്പസുകളുടെയും ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡും അതുപോലെ പ്രൈവറ്റ് സെക്ടറിൻ്റെ മുഴുവൻ ഓരോ പ്രൈവറ്റ് സെക്ടറിലെ ക്യാമ്പസുകളും സ്പോട്ട് അഡ്മിഷനിലൂടെ സീറ്റുകൾ ഫില്ല് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും വിദ്യാർത്ഥികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലൂടെ നല്ല ക്യാമ്പസിലേക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നു. ഇനി മുഴുവൻ ക്യാമ്പസിലേക്കും വീണ്ടും തേർഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിനായി രജിസ്ട്രേഷൻ ഫീസ് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുന്നു. ഇനി ഇതിനോടൊപ്പം നമ്മൾ മെഡിക്കൽ സെക്ടറിലേക്ക് വേണ്ടിയിട്ടും മിക്കവാറും വിദ്യാർത്ഥികളൊക്കെ ധാരാളം വിദ്യാർത്ഥികളും ഈ എൻജിനീയറിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് പാരലായിട്ട് തന്നെ മെഡിക്കൽ സെക്ടറിലെ കോഴ്സുകളും ടാർഗറ്റ് ചെയ്യുന്നവരാണ്. അതിൻ്റെ മെഡിക്കലിൻ്റെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ ലെവലുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് അഡ്മിഷൻ എടുക്കേണ്ട ടൈം വരുന്നത് 29th ബിഫോറാണ്. കേരളത്തിലെ ഫസ്റ്റ് മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 29th കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടത് September 5th ഇൻ ബിറ്റ്വീനാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് എൻജിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് ക്യാമ്പസിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് അവസരം മുന്നോട്ട് പോകുന്നത്. ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് പിന്നെ അവിടുന്ന് വിഡ്രോ ചെയ്യാൻ NOC കിട്ടാത്ത പക്ഷം മെഡിക്കലിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ പങ്കെടുക്കുമ്പോൾ അവർക്ക് അവിടുന്ന് NOC കിട്ടാതെ വന്നാൽ മുന്നോട്ട് എൻജിനീയറിങ്ങിന് കണ്ടിന്യൂ ചെയ്യണോ അതോ മെഡിക്കലിലേക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് പോലെയുള്ളൊരു സാഹചര്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ, കേരളയുടെ കീം എൻട്രൻസ് എക്സാമിനേഷൻ തുടങ്ങിയ സമയം മുതൽ ഈ ഒരു പാകപ്പിഴവുകൾ നമുക്ക് കാണാം. ആദ്യമായി തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ നടന്ന സമയത്ത്, ഹോൾ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്
പല സ്ഥലങ്ങളിലും ഹോം സെൻറ്ററുകൾ മാറി വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് കുട്ടികൾക്ക് എക്സാമിനേഷൻ സെൻറ്ററുകൾ അനുവദിച്ച് കിട്ടിയത്. അങ്ങനെ തന്നെ കീമിൻ്റെ എക്സാമിനേഷനിലൂടെ വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നോർമലൈസേഷൻ മെത്തേഡിലൂടെ സ്റ്റേറ്റ് ബോർഡും CBSEയും ISCയുടെയും മാർക്കുകൾ ഏകീകരിച്ചപ്പോൾ സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികൾക്ക് ഒരു 20 to 25 മാർക്കുകൾ നഷ്ടപ്പെടുന്ന ഒരു സ്ട്രഗിൾ ചെയ്യുന്ന രീതിയും നമ്മൾ കണ്ടു. അവിടെയും വിദ്യാർത്ഥികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. ഇനിയിപ്പോൾ തേർഡ് എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലേക്ക് വരുമ്പോൾ ഒരു തേർഡ് ഫേസിൽ എത്തുമ്പോൾ എഗെയിൻ ഫീസ് അടച്ച് വേണം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. ഇനി മെഡിക്കലിലേക്കൊന്ന് മാറാനുള്ള ചാൻസിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് വരുന്നു. ഇതൊക്കെ എങ്ങനെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നില്ല. എങ്കിലും എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്: 26-ന് മുമ്പായി തേർഡ് അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യാം. അത് തന്നെ നിലനിർത്തിക്കൊണ്ട് തേർഡ് ഫേസിൽ പങ്കെടുക്കണമെങ്കിൽ 2000 rupees ഫീസ് അടച്ചുകൊണ്ട് വേണം ഈ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാൻ. അത് 26th വരെയാണ്. 26th ഈവനിങ് 11:59 PM വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈം തന്നിരിക്കുന്നത്. അതിനുശേഷം പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ടെമ്പററി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ക്യാമ്പസ് ആണ് ലഭിച്ചിരിക്കുന്നത് നോക്കിയിട്ട് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 29th എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും എന്നാണ് എൻട്രൻസ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രമിക്കുക. ഇതിനോടൊപ്പം ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ ഈ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന നിമിഷം മുതൽ എഞ്ചിനീയറിങ്ങും മെഡിക്കലും പാരലായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസ് തീർത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവർക്ക് അർഹതപ്പെട്ട, അവർ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ആ മാർക്കിലൂടെ അവർ സ്വപ്നം കാണുന്ന ഏറ്റവും നല്ലൊരു ക്യാമ്പസിലേക്ക്, അവർക്ക് അർഹതപ്പെട്ട ഒരു ക്യാമ്പസിലേക്ക് അവർക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് എത്താനുള്ള ഒരു സാഹചര്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഈ ഒരു സിസ്റ്റം വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ. എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ എൻട്രൻസ് കമ്മീഷനോട് പങ്കുവയ്ക്കാനും ഈ നിമിഷം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകൾ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനൊക്കെ ശേഷമാണ് ആയുഷിൻ്റെയും വെറ്റിനറി സയൻസിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ അലൈഡ് കോഴ്സുകളുടെയും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങാൻ പോകുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെ മനസ്സിൽ ഒരാശങ്കയാണ്, എനിക്കെൻ്റെ മാർക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒരു കോഴ്സിന്, ഏതെങ്കിലും ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സീറ്റിന് വേണ്ടിയിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് അർഹമായ ഒരു വെറ്റിനറിയോ അഗ്രികൾച്ചറോ ഫിഷറീസോ ആയുർവേദമോ ഒക്കെ കിട്ടാതെ പോകുമോ? ഞാൻ ജോയിൻ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ നിന്നും എനിക്ക് NOC കിട്ടാതെ വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിലൂടെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന പബ്ലിഷ് ചെയ്യുന്ന ടൈമും അതിനുശേഷം ക്യാമ്പസിൽ ജോയിൻ ചെയ്യാനുള്ള സമയവും ഒരല്പം കൂടെ, നമുക്കറിയാം സെപ്റ്റംബർ 5-നാണ് മെഡിക്കലിൻ്റെ കോഴ്സുകൾക്ക് MBBSനും BDSനും ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് തന്നിരിക്കുന്നത്. അതിനുശേഷമായിരുന്നു ഈ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ മെഡിക്കലിലെയോ എഞ്ചിനീയറിങ്ങിനെയോ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ക്യാമ്പസ് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമായിരുന്നു. ഇങ്ങനെ ഏറ്റവും നല്ലൊരു സിസ്റ്റത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് ഫ്രീ ആയി ഏറ്റവും മികച്ച ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളും കൂടെ ഇതിനോടൊപ്പം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.